കുറച്ച് പേരുണ്ടാവും. കാരണം എല്ലാ ഫ്രാഗ്രൻസും എല്ലാവർക്കും ഇഷ്ടാവില്ല. എന്നാൽ എല്ലാ ഫ്രാഗ്രൻസുകളൊക്കെ ഇഷ്ടമായില്ലെങ്കിലും ചില ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. ഇത് കണ്ടത് പക്ക ഊതാണ്. ലത്താഫ കൊണ്ടുവന്നാണ് കേട്ടോ. ബൈ ലത്താഫിന്റെ പ്രൊഡക്റ്റ് ആണ്. ലത്താഫ കൊണ്ടുവന്നാണ്. കണ്ടോ, പുറമെ അവരുടെ ലോഗോ ഇവിടെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബോട്ടിലൊക്കെ നല്ല ക്യൂട്ടാണ്. മാറ്റ് ഫിനിഷ് ആണ്. ഒരു ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ അതിന് ഫിനിഷിംഗ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷിംഗ് അല്ല, ടച്ച് ഫിനിഷിങ്ങിലാണ്. ഇതാ, സത്യം പറഞ്ഞാൽ എനിക്കൊരു കാലത്ത് മീൻസ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന മുന്നേ ഇങ്ങനത്തെ ഊതിന്റെ സ്മെല്ലിക്ക് ഒരു തരത്തിലേക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് അടിയൊക്കെ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ ഒരു ഊതിന്റെ സ്മെല്ല് എല്ലാവർക്കും അത്ര തന്നെ ഇഷ്ടമില്ല. അറബികൾക്ക് അർബസിന്റെ അരികിലുകൾ പൊതുവെ കാണുന്നില്ല. അല്ലാതെ നമ്മളെ ഈ നാട്ടിൽ ആരെങ്ങനത്തെ ഊതുകൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതി പൊതുവെ ഇല്ല. അഹമ്മദ് അൽ മഗ്രീബിന്റെ പ്രൊഡക്റ്റ് ഒരുപാട് എണ്ണം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് നല്ല ഊത് ബേസ് കണ്ടന്റ് കൂട്ടിയിട്ട് അവർ ചെയ്തതോടുകൂടി ഒരുപാട് പേർക്ക് ഊത് ഇഷ്ടമായി. ഇപ്പൊ നമുക്ക് വരുന്ന ഒരു 50% കസ്റ്റമേഴ്സിന് ഊത് ഇഷ്ടമാണ്. കാരണം ഊത് കൊടുക്കുന്നുണ്ട്, ഊത് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനോട് എല്ലാവരും ഊത് വാങ്ങിക്കാൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഊതാണിത്. ഇതിന്റെ സ്മെല്ല് ഓപ്പണിംഗിൽ മുതൽ ലാസ്റ്റിംഗ് വരെ ഏതിന്റെ ക്ലോണാണെന്ന് ചോദിച്ചാൽ അഹമ്മദ് അൽ മഗ്രീബിന്റെ ബിൻഷേക്കിന്റെ ക്ലോണായിട്ടാണ് നമുക്ക് ഇതിനെ കറക്റ്റ് പരിചയപ്പെടുത്താൻ പറ്റുക. കറക്റ്റ് യഥാർത്ഥ സ്മെല്ല് അത് തന്നെയാണ്. വേറെ ഒരു സ്മെല്ലിക്കും ഇത് പോകുന്നില്ല. കാരണം അഹമ്മദ് അൽ മഗ്രീബിന്റെ ആ ബിൻഷേക്കിന്റെ സ്മെല്ലും ഫ്രാഗ്രൻസും എങ്ങനെയാണോ അതേപോലെ നോട്ട്സ് ആയിക്കാനാണ് നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ. ഒരു ഡിഫറൻറ്റും ഇല്ല. അതേ സ്മെല്ലും അതേ നോട്ട്സുമാണ് നമുക്ക് ഇതിന്റെ ഓപ്പണിംഗ് മുതൽ അതിന്റെ ആദ്യം മുതൽ അതിന്റെ അവസാനം വരെ കിട്ടുന്നത്. വേറെ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഊതുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് പിന്നെ വായുന്നതിനെ വലിയ ലോങ് ബോട്ടിൽ വാങ്ങിക്കുന്നില്ലാതെ നന്നാവുക. ഇതിന്റെ 10 ml 350 rupees പ്ലസ് 10 ml നമ്മളോട് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിപ്പിംഗ് ചാർജ് ചെയ്തിട്ടാണ് ആ ചേഞ്ചിലാണ് നമ്മളിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പരിചയപ്പെട്ടിട്ട് ഇതിന്റെ സ്മെല്ലോ എത്രത്തോളം സമയം നിൽക്കുന്നുണ്ട്, ലാസ്റ്റിംഗ് എത്രത്തോളം സമയം നിൽക്കുന്നുണ്ട്, റിവ്യൂല് പറഞ്ഞ ഫ്രാഗ്രൻസ് ആ സ്മെല്ലൊക്കെ തന്നെയാണോ കിട്ടുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ശേഷം വലിയ ബോട്ടിൽ ബിഗ് ബോട്ടിൽ പർച്ചേസ് ചെയ്താൽ മതി എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എന്നുള്ളതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനത്തെ പിന്നെ വീഡിയോസാണ് വേണ്ടത്, എങ്ങനത്തെ പെർഫ്യൂമുകൾ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റിൽ നമ്മൾ അറിയിക്കണം കേട്ടോ.